وبركاته إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي حسبنا الله ونعم الوكيل ونعم المولى ونعم النصير حسبنا الله ونعم الوكيل ونعم المولى ونعم النصير غفرانك ربنا وإليك المصير غفرانك ربنا وإليك المصير دعواهم فيها سبحانك اللهم وتحيتهم فيها سلام وآخر دعواهم والحمد لله رب العالمين تقبل الله കാരുണ്യവാനായ റഹ്മാനായ റബ്ബ് നമ്മെ സ്വീകരിക്കട്ടെ. ഈ മജ്ലിസിനെ അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈ മജ്ലിസിൽ ഇതുവരെയും നാം ഓതിയ പരിശുദ്ധ ഖുർആൻ, ദിക്ർ, സ്വലാത്ത്, തസ്ബീഹാത്തുകൾ അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. വിശേഷിയായി ചാരിറ്റി വില്ലേജിൽ ഇതുവരെ നടന്ന മുഴുവൻ ഖിദ്മത്തുകൾ, സേവന പ്രവർത്തനങ്ങൾ, എല്ലാ അഅ്മാൽ സ്വാലിഹാത്തുകളെയും അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അതിൻ്റെ എല്ലാം ബറക്കത്ത് കൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ സഹായികൾ വിശിഷ്യായി ഈ ദിവസം വരെ വിവിധങ്ങളായ നിയ്യത്തുകളുമായി മനസ്സിൽ കരുതിക്കൊണ്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, സഹായങ്ങൾ നൽകിയവർ, അവരുടെ എല്ലാവരുടെയും ഹലാലായ മുഴുവൻ ആഗ്രഹങ്ങളെയും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. ആവശ്യങ്ങളെ അള്ളാഹു റബ്ബുൽ ആലമീൻ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. എല്ലാ വിഷമതകളെയും ബുദ്ധിമുട്ടുകളെയും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. വിശിഷ്യായ എല്ലാ മാസവും ഈ സ്ഥാപനത്തെ മാസവരിതെന്ന് സഹായിക്കുന്ന കരുനാഗപ്പള്ളി വന്ദനായംപൂറിയൻ ഷാജഹാൻ സാഹിബ്, അദ്ദേഹത്തിന് ഈ സ്ഥാപനവുമായി പരിചയപ്പെടുത്തിയ സുഹൃത്തുക്കൾ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. പ്രത്യേകിച്ച് അബ്ദുൽ ഹക്കീം സാഹിബ്, അതുപോലെ MSSന്റെ പ്രവർത്തകർ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അവരുടെ നിയ്യത്തുകളെ അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു റബ്ബുൽ ആലമീൻ നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ കോട്ടയം സ്വദേശിയായ, നിലവിൽ സൗദി അറേബ്യയിലെ യാമ്പൂൽ വർക്ക് ചെയ്യുന്ന സഹോദരൻ മുഹമ്മദ് സജീർ സാഹിബ്, അദ്ദേഹത്തിൻ്റെ സംരംഭങ്ങളെ അള്ളാഹു ബറക്കത്തിലാക്കട്ടെ, ഐശ്വര്യത്തിലാക്കട്ടെ. ജീവിതം അള്ളാഹു അഭിവൃദ്ധിയിലാക്കി കൊടുക്കട്ടെ, ബറക്കത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാവിധ ഖൈറാത്തുകളും അള്ളാഹു നൽകട്ടെ. അതുപോലെ ആലുവ സ്വദേശിയായ അഷ്റഫ് സാഹിബും അദ്ദേഹത്തിൻ്റെ മകൻ, ദുബായിൽ കഴിയുന്ന മകൻ, അവരുടെ നിയ്യത്തിനെ അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ. അവരുടെ സമ്പാദ്യത്തിൽ, വരുമാനത്തിൽ വലിയ ബറക്കത്ത് നാഥനായ റബ്ബ് നൽകട്ടെ. ഐശ്വര്യം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ ഖൈറുകളെയും അള്ളാഹു കൊടുക്കട്ടെ. അതുപോലെ എപ്പോഴും ഈ സ്ഥാപനത്തിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന കല്ലറ അനസ് എന്ന സഹോദരൻ, ദുബായിൽ കഴിയുന്ന സഹോദരൻ്റെയും ജീവിത വഴികളെ അള്ളാഹു ബറക്കത്തിലാക്കട്ടെ, ഖൈറിലാക്കട്ടെ. ജീവിതത്തിൽ എല്ലാവിധ ഉയർച്ചയും നൽകട്ടെ. ഒരുപാട് ബറക്കത്തുള്ള ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. സംരംഭങ്ങളെ അള്ളാഹു വിശാലമാക്കട്ടെ, വളർച്ചയിലും ഉയർച്ചയിലുമാക്കട്ടെ. അതുപോലെ കുവൈറ്റിൽ കഴിയുന്ന കണ്ണൂർ സ്വദേശിയായ സ്വാദിഖ് സാഹിബ്, അള്ളാഹു അദ്ദേഹത്തെയും കബൂൽ ചെയ്യട്ടെ. അർഹമായ പ്രതിഫലം അള്ളാഹു അദ്ദേഹത്തിന് നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ സംരംഭങ്ങൾ, കച്ചവടത്തിലൊക്കെ വലിയ ബറക്കത്ത് നാഥനായ റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ സന്തോഷവും സമാധാനവും അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ മഹദ് ഫദ്ൽ കൊണ്ട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഇന്ന് പ്രത്യേകം ദുആ വസിയ്യത്തിനുള്ള തിരുവനന്തപുരം തൈക്കാട് സ്വദേശിയായ അബ്ദുള്ള എന്ന സഹോദരൻ, അദ്ദേഹം ഇൻഷാ അല്ലാഹ് വരുന്ന 22-ാം തീയതി പരിപാവനമായ ഉംറ കർമ്മത്തിന് വേണ്ടി മക്കത്തേക്ക് പുറപ്പെടുകയാണ്. മഖ്ബൂലും മർദിയുമായ ഉംറയും സിയാറത്തും ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട അടുത്ത ബന്ധു, കസിൻ, സഹോദരൻ പെട്ടെന്ന് അപ്രതീക്ഷിതമായ വലിയ രോഗാവസ്ഥയിലേക്ക് പോയിരുന്നു. നമ്മളോട് ദുആ വസിയ്യത്ത് ചെയ്തു. അല്ലാഹുവിൻ്റെ കൃപ കൊണ്ട് അല്ലാഹു രക്ഷപ്പെടുത്തി. ആ സഹോദരൻ അല്ലാഹു പരിപൂർണമായ ആഫിയത്ത് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ബിൽഡിങ് റെന്റിന് കൊടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് തയ്യാറാക്കിയെങ്കിലും അത് വേണ്ടതുപോലെ പോയിട്ടില്ല. അത് ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള റാഹത്തായ ഒരു വാടകയും മറ്റ് ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു സംരംഭമായി അല്ലാഹു അതിനെ മാറ്റട്ടെ. അതിന് ഉപകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ നിയ്യത്തനുസരിച്ച് തന്നെ പടച്ചറബ് കബൂൽ ചെയ്ത് ജീവിതം അല്ലാഹു അഭിവൃദ്ധിയിലാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ വർഷങ്ങളായി നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന മാസവരിയൊക്കെ തരുന്ന പേരൂർക്കട സബൂറ ബീബി എന്ന സഹോദരി,
അവിടെ മരണപ്പെട്ടു പോയ മാതാവ് നഫീസ ഉമ്മയുടെ ഒരാണ്ടുകൂടെ ഈ ദുൽഹജ്ജ് 20 വരുന്ന 20 ആകുമ്പോൾ ആവുകയാണ്. അള്ളാഹു ആ മാതാവിനെ കബൂൾ ചെയ്യട്ടെ. സ്വർഗാവകാശികൾ അള്ളാഹു പെടുത്തുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലുകാരിൽ ആ ഉമ്മയെയും ഈ മകളെയും കുടുംബത്തിനെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ജിദ്ദയിൽ നിന്നും ഹുസൈൻ പാച്ചീരി എന്ന സഹോദരന്റെ ഹോട്ടൽ പിക്നിക് 4 മാസമായി അടച്ചിട്ടിരിക്കുകയാണ്. എത്രയും വേഗം അതിൻ്റെ തടസ്സങ്ങളെല്ലാം മാറി തുറന്ന് പ്രവർത്തിക്കുന്നതിന് എന്തെല്ലാം വേണോ അതിനുള്ള എല്ലാ വഴികളെയും റഹ്മാനായ റബ്ബ് എളുപ്പമാക്കി കൊടുക്കട്ടെ. അതിൻ്റെ തടസ്സങ്ങൾ മാറ്റി കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ മനസ്സിനല്ലാഹു സമാധാനം കൊടുക്കട്ടെ. അതുപോലെ കിഴക്കും ഭാഗം ഹാഫിസ ബീവിയുടെ ഭർത്താവ് മരണപ്പെട്ടിട്ട് 5 വർഷമാവുകയാണ്. അല്ലാഹുമ്മ ഗഫിർ ലഹു, ആ പിതാവിന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബറിനെ അള്ളാഹു പ്രകാശപൂരിതമാക്കട്ടെ. സ്വർഗാവകാശികൾ അള്ളാഹു പെടുത്തുമാറാകട്ടെ. അതുപോലെ പേരുമല നിഷാദ് എന്ന സഹോദരൻ മരണപ്പെട്ടു പോയ മാമ സൈനുദ്ദീൻ സാഹിബിന്റെ 4ാമത്തെ ആണ്ടാണ്. അല്ലാഹുമ്മ ഗഫിർ ലഹു വറഹംഹു, ആ പിതാവിനും അള്ളാഹു സ്വർഗം നസീബാക്കട്ടെ. വിജയികളോടൊപ്പം അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ മുഹമ്മദ് റാസി മണലിമുക്ക് എന്ന സഹോദരൻ, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ എല്ലാവിധ ഹൈറും ബറക്കത്തും അള്ളാഹു നൽകട്ടെ. ഐശ്വര്യം നൽകുമാറാകട്ടെ. എല്ലാ ഇടങ്ങേറുകളെ തൊട്ടും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എല്ലാ അഭിവൃദ്ധിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ വെമ്പായം ഷെബിൻ എന്ന സഹോദരന്റെ കുടുംബത്തിന് എല്ലാവിധ ഹൈറും ബറക്കത്തും അള്ളാഹു നൽകുമാറാകട്ടെ. എന്തെല്ലാം നെയ്യത്തുകൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ മനസ്സിൽ കരുതിയിട്ടുള്ളതിനൊക്കെ അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. പല വിധങ്ങളായ വിഷമങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ അനുഭവിക്കുന്ന പലരും പല ആവശ്യങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. അവരുടെ എല്ലാ നെയ്യത്തുകളെയും റഹ്മാനായ റബ്ബ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആഗ്രഹങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദി വമിൻ ശർരി ഹസിദിൻ ഇദാ ഹസദ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد. اللهم أنزل المقعد المقرب عندك يوم القيامة. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته وأوردنا حوضه المورود واحشرنا غدا في زمرته تحت ظل لوائه المحفوظ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. അർഹമുർറഹീമായ ദയാലുവായ അല്ലാഹ്, കാരുണ്യവാനായ റഹ്മാനെ, കരുണാവാരിധിയായ അല്ലാഹ്, പരിപാവനമായ ദുൽഹജ്ജിന്റെ മാസത്തിലാണല്ലോ റബ്ബേ ഒരുപാട് ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങളൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത പലരുമുണ്ട് റബ്ബേ. ഈ ചാരിറ്റി വില്ലേജിലെ സാധുക്കളായി മക്കളോടൊപ്പമുള്ള ഈ ദുആഇന്റെ സദസ്സിൽ വലിയ പ്രതീക്ഷയോടെ നിയ്യത്ത് ചെയ്തവരാണല്ലോ റബ്ബേ. അവരുടെ നിയ്യത്തുകളെ നീ കബൂലാക്കണം അല്ലാഹ്. ഒന്നുപോലും പാഴായി പോകാതെ കബൂൽ ചെയ്യണം അല്ലാഹ്. ആഗ്രഹങ്ങളെ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുടെ രോഗത്തിന് ശമനം നൽകണേ അല്ലാഹ്. ആരോഗ്യവും ആഫിയത്തും നൽകണേ അല്ലാഹ്.
പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കണം റഹ്മാനെ. ജീവിതത്തിൽ നീ അഭിവൃദ്ധിയും ഉയർച്ചയും നൽകണം അല്ലാ. കാരുണ്യവാനായ റഹ്മാനെ, കരുണാവാരിധിയായ റബ്ബേ, പടച്ചവനെ, മരണപ്പെട്ടു പോയ പലർക്കും വേണ്ടി, മാതാപിതാക്കൾക്ക്, മക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് റബ്ബേ. അവരുടെ ഖബറിടങ്ങളെ നീയാണറിയുന്നവൻ നാഥാ. സ്വർഗീയ ആരാമങ്ങളിൽ പെടുത്തണം അല്ലാ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലികാരിൽ പെടുത്തണം റഹ്മാനെ. നാളെ പാരത്രിക ലോകത്ത് ഈ ദുആ വസിയത്ത് ചെയ്ത ഓരോ വ്യക്തിത്വങ്ങളെയും അവരെ വേണ്ടപ്പെട്ടവരെയും ഹബീബുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. നീ ഖബൂൽ ചെയ്യണേ അല്ലാ. സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, കാരുണ്യക്കടലായ രക്ഷിതാവേ, റഹ്മാനായ നാഥാ, പടച്ചവൻ ഈ നാട്ടിലും പ്രവാസ ലോകത്തുമായി വിവിധങ്ങളായ ഉപജീവന വഴികൾ, ജോലിക്കാര്യങ്ങൾ, ഉപജീവന മാർഗങ്ങൾ പലതരത്തിൽ പ്രതിസന്ധിയിലായവരുണ്ട് റബ്ബേ. കച്ചവട സ്ഥാപനങ്ങൾ തകർച്ചയുടെ വക്കിലെത്തി ഭയാശങ്കയിൽ കഴിയുന്നവരുണ്ട് റബ്ബേ. ഒക്കെ നീ റാഹത്തായി പരിഹരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഓരോ മാസവും നീ കൊടുക്കുന്ന നിഅമത്തിന്റെ ഒരു വിഹിതം കുടുംബത്തിന് വേണ്ടി വെക്കുമ്പോ അതിൽ നിന്നുള്ള വലിയൊരു വിഹിതം ഈ സാധുക്കളായ മക്കളുടെ ഈ സ്ഥാപനത്തിൽ നൽകി സഹായിക്കുന്ന മാസവരിക്കാരെ കബൂലാക്കണം അല്ലാ. സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, സദാ സമയവും ഇതിന്റെ ചിന്തയിൽ ഈ സ്ഥാപനത്തിന്റെ സഹകാരികളായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലുള്ള സുഹൃത്തുക്കൾ, സ്നേഹിതർ, അഭ്യുദയകാംക്ഷികളെ കബൂലാക്കണം റബ്ബേ. ഈ നാട്ടിലും പ്രവാസ ലോകത്തിന്റെ വിവിധ കോണുകളിലായി കഴിയുന്നവർക്ക് നീ ബറക്കത്ത് നൽകണം അല്ലാ. ഐശ്വര്യം നൽകണേ അല്ലാ. പുരോഗതി നൽകണേ അല്ലാ. ഈ ദുആ ഇന്ന് നീ കബൂലാക്കണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ ഈ സ്ഥാപനം വല്ലാത്ത പ്രതിസന്ധികളുടെ മുമ്പിലാണ് റബ്ബേ. നീ അറിയുമല്ലോ റഹ്മാനെ, നീ അറിയുമല്ലോ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ പ്രതിസന്ധികളെ നീ പരിഹരിക്കണേ അല്ലാ. നീ പരിഹരിച്ചു തരണം റഹ്മാനെ. അല്ലാഹുവേ, സാമ്പത്തികമായ ആവശ്യങ്ങൾ, സുസ്ഥമായ സംവിധാനങ്ങൾ, വെള്ളമില്ലാത്തതിന്റെ ബുദ്ധിമുട്ട്, പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഒക്കെ അനുഭവിക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ സർവമാന പ്രവർത്തനങ്ങളെയും നിന്റെ പ്രത്യേകമായ കാവലിലും തണലിലും സഹായത്തിലുമാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഇന്നേ വരെ നീ നൽകിയ സൽപ്പേരിനെ നീ കൂടുതൽ കൂടുതൽ പുരോഗതിയിലേക്ക് ഉയർത്തി സൽപ്പേരിനെ ഖേദിയാക്കണം അല്ലാ. പടച്ചവനെ, ഇതിന്റെ ഖ്യാതി ലോകം മുഴുവനും എത്തിക്കണം റബ്ബേ. നിന്റെ സഹായികളെ നീ കൂടുതൽ ബറക്കത്തിലാക്കണം അല്ലാ. ആവശ്യമായ അനിവാര്യമായ ആവശ്യങ്ങൾക്ക് വേണ്ട സഹായികളെ നീ കൊണ്ടെത്തിക്കണം റബ്ബേ. അവർക്കും നമുക്കും നീ എല്ലാവിധ വിജയവും നൽകണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ ലാ തറുദ്ദന്ന ഐദിയനാ ഖായിബീൻ ബിസബബി ദുനൂബിനാ യാ റബ്ബൽ ആലമീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم.